തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. സ്ഥലം മാറിയിട്ടൊന്നുമില്ല. വാ മോനെ വാ. വിച്ചുമോന് സ്കൂളിൽ പഠിക്കണ്ടേ? പഠിച്ചു വലിയ ആളാവണ്ടേ? വിച്ചൂട്ടാ, വിച്ചൂട്ടൻ ഇവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ വന്ന് അഡ്മിഷൻ എടുത്തിട്ടില്ലേ? മിടുക്കൻ. അച്ഛനും അമ്മ എന്താ മോനെ വരാത്തെ? അച്ഛമ്മ സമ്മതിച്ചില്ല. എന്റെ കൊച്ചുമോനെ ആദ്യമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുവരണമെന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ടീച്ചറെ. അത് സാധിച്ചു. എന്റെ മോൻ പഠിച്ച് ഭാവിയിൽ വലിയൊരാളാവും അല്ലേ മോനെ? അത് നന്നായി. മുത്തശ്ശിയുടെ അനുഗ്രഹം മോനെ എന്നും ഉണ്ടാവും. മോനെ വാ, നമുക്ക് ക്ലാസ്സിൽ പോയിരിക്കാം. അവിടെ കുറെ കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ ഉണ്ട്. ആന്റി ഉടനെ തിരിച്ചു പോകുന്നോ അതോ വെയിറ്റ് ചെയ്യുന്നു? അല്ല, ഞാനിവിടെ നിക്കണ്ട കാര്യമുണ്ടോ? വേണമെന്നില്ല. വിച്ചൂട്ടൻ ഇവിടെ ഓക്കെയാ. എന്തായാലും ആന്റി ഇവിടെ നിക്ക്, ഞാൻ മോനെ ക്ലാസ്സിൽ കൊണ്ടാക്കിട്ട് വരാം. മോനെ ക്ലാസ്സിൽ പോയിരുന്നോട്ടോ. അച്ഛമ്മയ്ക്ക് വിച്ചൂട്ടനൊരു ഉമ്മ തന്നേ. ടാറ്റാ. വാ. എന്റെ മോനാ കൊച്ചുമോൻ. ആന്റി, വിച്ചുമമ്മ എടുക്കണ. അവൻ എല്ലാരുമായിട്ട് പെട്ടെന്ന് ക്ലാസ്സിലിരിക്കാനും ഒരു മടിയില്ല. അവൻ എന്റെ കൊച്ചുമോനല്ലേ ടീച്ചറെ? സുശീലാന്റിയുടെ നല്ല മനസ്സിനെ കുറിച്ച് ഇവിടെ വന്ന ചില പാരന്റ്സ് പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം രോഗിയായിട്ട് തിരിച്ചു വന്ന ഭർത്താവിനെ ആന്റി ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത് പരിചരിക്കുന്നുണ്ടല്ലേ? അതെ അതെ. ഒരു മനുഷ്യജീവിയെ നമുക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ ടീച്ചറെ? ഇതൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു അല്ലേ? ആഹാ, അത് പിന്നെ അറിയാതിരിക്കും. ഗൾഫിൽ ജയിലിലൊക്കെ കിടന്ന ആളാണല്ലേ? എവിടെയൊക്കെയോ കിടന്ന് അറിയിച്ചാ വന്നത്. എന്തായാലും ആന്റി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ. എന്നാ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ടീച്ചറെ? വേണ്ട, ആന്റി വീട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം കൂടെ ഉള്ളതല്ലേ? വിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കേറി കേറ്. വിച്ചുമോൻ കരയൊന്നും വേണ്ട കേട്ടോ. ദേ നോക്കി നോക്കി, എല്ലാരും ഹായ് പറഞ്ഞേ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിച്ചുമോനെ, ദാ ഈ മോളെ കണ്ടോ? നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ഹായ് പറഞ്ഞേ. ഹായ്. എൻ്റെ മക്കളെ വിട്ട് നിൽക്കേണ്ടി വരുന്നതിലും എനിക്ക് വലിയ സങ്കടം വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സമാധാനം മാത്രം നോക്കി ഇവിടെ ജീവിച്ച മക്കളുടെ ഭാവി ഒന്നുമല്ലാതായി പോകും. അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ത്യാഗം സഹിച്ചേ പറ്റൂ. അതിന് തയ്യാറായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ മോളെ, നീ വിചാരിക്കുന്നത് പോലെ എല്ലാം എളുപ്പം നടക്കണമെന്നുണ്ടോ? ആ വിനയൻ ഏത് നിമിഷവും നിന്നെ തിരക്കി ഇവിടെ വരാം. അല്ല, അവനോട് നീ എന്ത് പറയും? അയാൾ ഇനി എന്നെ കാണരുത്. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം നടക്കും. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കില്ല രഘുവേട്ടാ? വിനയൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവില്ല. അവനെ നിനക്ക് കാണണ്ടെങ്കിൽ അവൻ നിന്നെ കാണുകയില്ല. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഈ സിംഗപ്പൂരിലുള്ള പാർവതി കുഞ്ഞമ്മ നിന്നെ കൈവിട്ട? ഏയ് ഇല്ല രഘുവേട്ടാ, ഞാനും കുഞ്ഞമ്മയുമായി ഈ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല. അവരിവിടുന്ന് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാ. അവൾക്ക് കുഞ്ഞമ്മേൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുപോലെ നടക്കട്ടെ രഘുവേട്ടാ.
വിനയന്റെ കൂടെ ചീരുവിന് ഒരടിമയെ പോലെ ജീവിക്കാനേ പറ്റൂ. ഇവളിവളുടെ പെൺമക്കളും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും.